$40 ബില്യൺ ആണ് 4 ആഴ്ച കൊണ്ട് നമ്മുടെ RBI കത്തിച്ചു കളഞ്ഞത്. ഈ കാരണം കൊണ്ടാണ് മോദി നമ്മളോട് പറഞ്ഞത് ഇനിയും ഗോൾഡ് മേടിക്കല്ലെന്ന്. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഫോറക്സ് മാർക്കറ്റ് ഒരു സീരിയസ് ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് ഫെബ്രുവരി നടന്ന US ഇസ്രായേൽ ഇറാൻ വാർ. ഈ ഒരു വാർ കൊണ്ട് മാത്രം ക്രൂഡ് ഓയിലിന്റെ പ്രൈസസ് ഡബിൾ ആയി, അതും ആഴ്ചയുള്ളിൽ തന്നെ. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ് ആക്കിയതുകൊണ്ട്. ഇന്ത്യ 85% ക്രൂഡ് ഓയിലും വേറെ രാജ്യത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ക്രൂഡ് ഓയിൽ നമ്മൾ മേടിക്കുന്നത് ഡോളേഴ്സിലും. ഈ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ള ഡോളർ റിസർവ്സ് വേറെ രാജ്യത്തോട്ട് പോകാനും തുടങ്ങി. രണ്ടാമതായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ 85 നിന്ന് 95 വരെ ഒരു വർഷത്തിലായി. ആൻഡ് our forex reserves dropped by 40%. കാരണം എന്താ വെച്ചാൽ RBI ഡോളേഴ്സ് എല്ലാം വിറ്റ് കളഞ്ഞുകൊണ്ട്. റുപ്പീസിന്റെ വില ഇനി ഇടിയാതിരിക്കാനാണ് RBI ഇത്രയും ഡോളേഴ്സ് വിറ്റ് കളഞ്ഞത്. അത് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം പീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റി 8.2% ആണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ തന്നെ ഓൾറെഡി ഗവൺമെന്റ് 10 രൂപ 1 ലിറ്റർ പെട്രോളിന് പെട്രോൾ എക്സൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ RBI ഓൾറെഡി ബില്യൺസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് അധികം ഓപ്ഷൻസ് കയ്യിലില്ലാത്ത സമയത്താണ് നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഈ ഒരു റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പത്തെ ഒരു മൂവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതായത് വർക്ക് ഫ്രം ഹോമും കുറച്ച് പെട്രോൾ യൂസ് ചെയ്യാന്നൊക്കെ ഗവൺമെന്റ് നിങ്ങളോട് പറയുന്നത്. പിന്നീട് അവർക്ക് ഇത് സ്ട്രിക്റ്റ് റൂൾ ആയിട്ട് നിങ്ങളുടെ മേത്ത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യും.